ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത്. 1917 നവംബർ 19 അലഹാബാദിൽ വെച്ച് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു ലോകത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും പ്രിയപ്പെട്ട ഏക മകളായിരുന്നു അവർ. നെഹ്റു കുടുംബം വെറുമൊരു വീടായിരുന്നില്ല, അത് ആശയങ്ങളുടെ ഒരു യുദ്ധക്കളവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രവുമായിരുന്നു. തൻ്റെ പിതാവിനെയോ മുത്തച്ഛനായ മോത്തിലാൽ നെഹ്റുവിനെയോ തേടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തൻ്റെ വാതിൽ മുട്ടുന്നത് കണ്ടാണ് ഇന്ദിര വളർന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ അവൾ ത്യാഗത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും നിഴലിൽ ജീവിക്കാൻ പഠിച്ചു. അവളുടെ അമ്മ കമലാ ദുർബയും പലപ്പോഴും രോഗിയായിരുന്നു. പക്ഷെ അവളുടെ ശാന്തമായ ശക്തി ഇന്ദിരയെ പ്രചോദിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്കിൻ്റെ പേരിൽ അച്ഛൻ ഇടയ്ക്കിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇന്ദിര തൻ്റെ പുസ്തകങ്ങളിലും തനിക്ക് ചുറ്റും ആഞ്ഞടിച്ച വിപ്ലവങ്ങളിലും ആശ്വാസം കണ്ടെത്തി. വെറും 12 വയസ്സുള്ളപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായ പോരാട്ടത്തിൽ ലഘുരേഖകൾ വിതരണം ചെയ്യുകയും പ്രതിഷേധങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ബ്രിഗേഡായ വാനർസേന രൂപീകരിച്ചു. അതിൽ അവളുടെ നേതൃപാഠവും എടുത്തുകാട്ടി. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ 1942 സഹപ്രവർത്തകനായ ഫിറോസ് ഗാന്ധി അവർ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹം അലയൊഴികൾ സൃഷ്ടിച്ചു. അത് ജാതിയുടെ അതിർവരമ്പുകൾ കടന്നുകൊണ്ടല്ല, മറിച്ച് ജനശ്രദ്ധയിൽ ഇന്ദിര ഒരു വ്യക്തിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൻ്റെ ചുഴലിക്കാറ്റിൽ യുവദമ്പതികൾ സ്വയം അകപ്പെട്ടു. ഫിറോസ് അറസ്റ്റിലായി. ഇന്ദിര ആക്ടിവിസത്തിലും കുടുംബജീവിതത്തിലും തൻ്റെ പ്രതിബദ്ധതയിലും ആഴത്തിലേർപ്പെട്ടു. 1947 സ്വാതന്ത്ര്യം വന്നു. അതോടൊപ്പം ഇന്ദിരയ്ക്ക് ഒരു പുതിയ അധ്യായം. അവളുടെ പിതാവ് പുതുതായി സ്വതന്ത്രമായ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ഇന്ദിര അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തയും നിഴലുമായി. അവർ വെറുമൊരു മകളല്ല, ഒരു അനൗദ്യോഗിക ഉപദേശകയായിരുന്നു. സംസ്ഥാന സന്ദർശനങ്ങളിൽ നെഹ്റുവിനോടൊപ്പം യാത്ര ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കുടുംബം നിയന്ത്രിക്കുകയും ചെയ്തു. ഇത് അവളുടെ രാഷ്ട്രീയ അപ്രന്റീസ്ഷിപ്പായിരുന്നു, മുന്നോട്ടുള്ള പാതയ്ക്കുള്ള ശാന്തമായ തയ്യാറെടുപ്പ്. 1959 ആയപ്പോഴേക്കും ഇന്ദിരയുടെ വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനം വ്യക്തമായിരുന്നു. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചിലർ ഈ റോൾ പ്രതീകാത്മകമായി തള്ളിക്കളഞ്ഞു. പക്ഷേ ഇന്ദിര ഒരു പ്രധാനിയായിരുന്നില്ല. താഴെത്തട്ടിലുള്ള നേതാക്കളുമായി ബന്ധപ്പെടാനും പാർട്ടിയുടെ സങ്കീർണതകൾ മനസ്സിലാക്കാനും അവർ ഈ സ്ഥാനം ഉപയോഗിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവൾ പതിയെ സ്ഥിരതയോടെ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരുന്നു. 1964 നെഹ്റുവിൻ്റെ മരണത്തിനു ശേഷമാണ് അവളുടെ ഉയർച്ച ആരംഭിച്ചത്. പുതിയ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അവരെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു. ഇവിടെയാണ് ഇന്ദിരയുടെ നിർണായകത പ്രകടമായത്. അവർ ഗ്രാമീണ ഇന്ത്യയിലേക്ക് മാധ്യമ കവറേജ് വ്യാപിപ്പിക്കുകയും സർക്കാരിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവളുടെ ഭരണകാലം പൊതു ആശയവിനിമയത്തിൽ കാര്യമായ മുന്നേറ്റങ്ങൾ കണ്ടു. 1966 ശാസ്ത്രിയുടെ പെട്ടെന്നുള്ള മരണം കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. മുതിർന്ന നേതാക്കൾ ഇന്ദിരയെ പ്രധാനമന്ത്രിക്കുള്ള ഒരു സുരക്ഷിത തെരഞ്ഞെടുപ്പായി കണ്ടു. തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വശമുള്ള ഒരു സ്ഥാനാർത്ഥിയായാണ് അവർ ഇന്ദിരയെ കണക്കാക്കിയത്. പക്ഷേ 1966 ജനുവരി 24 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അവൾ ഇപ്പോൾ നെഹ്റുവിൻ്റെ മകൾ മാത്രമായിരുന്നില്ല, സ്വന്തമായ ഒരു നേതാവെന്ന നിലയിൽ അവൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ മുതിർന്ന പാർട്ടി അംഗങ്ങൾ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിട്ടുവീഴ്ച സ്ഥാനാർത്ഥിയായാണ് അവരെ കണ്ടിരുന്നത്. എന്നിരുന്നാലും അവൾ വേഗത്തിൽ തന്നെ കഴിവ് തെളിയിച്ചു. അവളുടെ അധികാരം ഉറപ്പിച്ചുകൊണ്ട് ധീരമായ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഉൾപ്പെടെ ഇന്ത്യയുടെ സാമ്പത്തിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ ശ്രമങ്ങളാണ് പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അവളുടെ ആദ്യകാലങ്ങളെ നിർവചിച്ചത്. അവർ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകി, കൃഷിയെ നവീകരിക്കുകയും ഇന്ത്യയെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തയാക്കുകയും ചെയ്തു. 1969 ഇന്ദിരാഗാന്ധി 14 പ്രധാന ബാങ്കുകളെ ദേശസാൽക്കരിച്ചുകൊണ്ട് നിർണായക നീക്കം നടത്തി. സാമ്പത്തിക സ്രോതസ്സുകൾ ഗ്രാമീണ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വേണ്ടിയുള്ളതാണെന്ന് ഉറപ്പാക്കി. ഈ പ്രവൃത്തി സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നേതാവെന്ന നിലയിൽ അവളുടെ പ്രശസ്തി ഉറപ്പിച്ചു. അവളുടെ ജനപ്രീതി കുതിച്ചുയർന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തമായ വ്യക്തിയായി അവൾ ഉയർന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം അവളുടെ ഭരണകാലത്തെ നിർണായക നിമിഷമായിരുന്നു. ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ മാനുഷിക പ്രതിസന്ധി അഭിമുഖീകരിച്ച അവർ ബംഗാളി സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകി. യുദ്ധസമയത്ത് അവളുടെ നിർണായക നേതൃത്വം ബംഗ്ലാദേശ് സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടുകയും ചെയ്തു.
ദക്ഷിണേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ നിർമ്മിച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞയായി അവൾ വാഴ്ത്തപ്പെട്ടു. എന്നിരുന്നാലും അവളുടെ ഭരണകാലം വെല്ലുവിളികൾ ഇല്ലാത്തതായിരുന്നില്ല. 1975 രാഷ്ട്രീയ അശാന്തിയും തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടും ആരോപിച്ച് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പൗരസ്വാതന്ത്ര്യം താൽക്കാലികമായി നിർത്തി ഉത്തരവിലൂടെ ഭരിച്ചു. അടിയന്തരാവസ്ഥ കാലഘട്ടം അവളുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിലൊന്നാണ്. വിമർശകർ അവളെ സ്വേച്ഛാധിപത്യമാണെന്ന് ആരോപിച്ചു. തിരിച്ചടികൾക്കിടയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹിക നീതിയും ലക്ഷ്യമിട്ടുള്ള 20 പോയിന്റ് പ്രോഗ്രാം അവൾ അവതരിപ്പിച്ചു. 1977 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയ പ്രവാസത്തിൻ്റെ ഒരു കാലഘട്ടം നേരിടേണ്ടി വന്നു. എന്നാൽ 1950 അവർ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തി. തിരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിൽ തിരിച്ചെത്തി. ആര്യഭട്ട ഉപഗ്രഹത്തിൻ്റെ വിജയകരമായ വിക്ഷേപം ഉൾപ്പെടെ ഇന്ത്യയുടെ ആണവ ബഹിരാകാശ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാൽ പ്രധാനമന്ത്രിയായിരുന്ന അവളുടെ പിന്നീടുള്ള വർഷങ്ങൾ അടയാളപ്പെടുത്തി. 1954 പഞ്ചാബിലെ വിഘടനവാദ തീവ്രവാദികളെ അടിച്ചമർത്താൻ ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിട്ടതോടെയാണ് ദുരന്തമുണ്ടായത്. സുവർണക്ഷേത്രത്തിൽ സൈനിക നടപടി ഉൾപ്പെട്ട ഓപ്പറേഷൻ വ്യാപകമായ വിമർശനങ്ങൾക്കും അസ്വസ്ഥതകൾക്കും വഴിവെച്ചു. 1954 ഒക്ടോബർ 31 അവൾ സിഖ് അംഗരക്ഷകർ അവളെ കൊലപ്പെടുത്തി. ഇത് രാജ്യത്തെ ദുഃഖത്തിൽ മുക്കി സിഖ് വിരുദ്ധ കലാപത്തിന് കാരണമായി. ഇനി ഇന്ദിരാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ നോക്കാം. അതിലൊന്നാമത്തേത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്ന 1960കളുടെ അവസാനത്തിലും 1970കളിലും ഇന്ത്യയുടെ കാർഷിക പരിവർത്തനത്തിൽ ഇന്ദിരാഗാന്ധി നിർണായക പങ്കുവഹിച്ചു. ഉയർന്ന വിളവ് നൽകുന്ന HYV വിത്തുകൾ അവതരിപ്പിക്കുകയും ജലസേചന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ അതിൻ്റെ കാർഷികോൽപാദനം ഗണ്യമായി ഉയർത്തി. ഈ സംരംഭം ഇന്ത്യയെ ഭക്ഷ്യ ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ഭക്ഷ്യധാന്യങ്ങളിൽ വലിയ തോതിൽ സ്വയം പര്യാപ്തതയുള്ള ഒന്നാക്കി മാറ്റി. ഇത് പട്ടിണി ലഘൂകരിക്കാനും ഗ്രാമീണ കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കാനും സഹായിച്ചു. എന്നിരുന്നാലും കാർഷിക വിജയത്തിലെ പ്രാദേശിക അസമത്വങ്ങൾ ആഴത്തിലാക്കുകയും ചെയ്തു. അടുത്ത ഭരണ നേട്ടം ബാങ്കുകളുടെ ദേശസാൽകൃതമാണ്. 1969 ഇന്ദിരാഗാന്ധി 14 പ്രമുഖ വാണിജ്യ ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു തകർപ്പൻ ചുവടുവയ്പ്പാണ്. കർഷകർ, ചെറുകിട വ്യവസായികൾ, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് വായ്പ ലഭ്യമാക്കി. ഗ്രാമീണ മേഖലകളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ബാങ്കിംഗ് സേവനങ്ങൾ എത്തുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. അടുത്ത മൂന്നാമത്തെ ഭരണ നേട്ടം ബംഗ്ലാദേശ് വിമോചന യുദ്ധമാണ്. ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. അത് വലിയ മാനുഷികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും 1971 ഡിസംബറിൽ സൈനിക ഇടപെടലിന് ഉത്തരവിടുകയും ചെയ്തു. ഒരു നിർണായക യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഒരു സ്വതന്ത്ര ബംഗ്ലാദേശ് സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. അവളുടെ നേതൃത്വം ആഗോള അംഗീകാരം നേടി. നിർണായകവും ധീരയുമായ ഒരു നേതാവായി അവൾ വാഴ്ത്തപ്പെട്ടു. അടുത്ത ഭരണ നേട്ടം പൊക്രാൻ ആണവ പരീക്ഷണമാണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായ ഭൂഗർഭ ആണവ പരീക്ഷണത്തിന് ഇന്ദിരാഗാന്ധി അംഗീകാരം നൽകി. ഈ പ്രവർത്തനത്തിന് പുഞ്ചിരിക്കുന്ന ബുദ്ധ എന്ന രഹസ്യനാമം നൽകി. ആണവശേഷിയുള്ള രാഷ്ട്രങ്ങളുടെ എലൈറ്റ് ഗ്രൂപ്പിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം ഈ പരീക്ഷണം അടയാളപ്പെടുത്തുകയും ഇന്ത്യയുടെ ശാസ്ത്രീയ തന്ത്രപരമായ കഴിവുകളുടെ പ്രകടനമായി കാണുകയും ചെയ്തു. ഇത് ചില അന്താരാഷ്ട്ര ഉപരോധങ്ങളിലേക്ക് നയിച്ചെങ്കിലും പ്രതിരോധത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന കളിക്കാരനായി ഇത് സ്ഥാപിച്ചു. അടുത്ത 20 പോയിന്റ് പ്രോഗ്രാമാണ്. അടിയന്തരാവസ്ഥ കാലത്ത്, അതായത് 1975-1977 കാലഘട്ടത്തിൽ ദാരിദ്ര്യം പരിഹരിക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള 20 പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചു. ഭൂപരിഷ്കരണം, തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലാളികൾ കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയായിരുന്നു പ്രധാന വശങ്ങൾ. അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചിലർ വിമർശിച്ചെങ്കിലും പരിപാടിക്ക് സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. അടുത്തത് സ്പേസ് പ്രോഗ്രാം വികസനമാണ്. ഇന്ത്യയുടെ നവീന ബഹിരാകാശ പദ്ധതിയെ ഇന്ദിരാഗാന്ധി പിന്തുണച്ചു. ദേശീയ വികസനത്തിനും സ്വാശ്രയത്വത്തിനും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അവളുടെ നേതൃത്വത്തിൽ 1975 ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു. ഇത് ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികളിലൊന്നായി. അടുത്ത ഭരണനേട്ടം ചേരിചേരാ പ്രസ്ഥാനത്തിലെ നേതൃത്വമാണ്. ശീതയുദ്ധത്തിലെ സൂപ്പർ പവർ ഗ്രൂപ്പുകളിൽ നിന്ന് സ്വാതന്ത്ര്യം നിലനിർത്താൻ ശ്രമിച്ച ചേരിചേരാ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ നേതാവായി ഇന്ദിരാഗാന്ധി ഉയർന്നു വന്നു. വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി അവർ വാദിച്ചു. സാമ്പത്തിക സഹകരണം, നിരായുധീകരണം, അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ സ്വയം ആശ്രയിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകി.
അടുത്ത ഗ്രാമീണ വനിതാ ക്ഷേമമാണ്. സ്വയം തൊഴിൽ പദ്ധതികളും ആരോഗ്യ സംരംഭങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ വികസന പദ്ധതികളിലൂടെ ഗ്രാമീണ ദാരിദ്ര്യം പരിഹരിക്കാനും സ്ത്രീകളെ ശാക്തീകരിക്കാനും ഇന്ദിരാഗാന്ധിയുടെ നയങ്ങൾ ശ്രമിച്ചു. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്വന്തം റോളിൻ്റെ പ്രതീകമായ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അവർ ഉയർത്തി.